ഹായ് ഗൈസ്, ഞാൻ ഇന്നലെയാണ് തുടര് സിനിമ കണ്ടത് കേട്ടോ. അപ്പോൾ ഈ സിനിമ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ പറയുന്നു നമുക്ക് പഴയ ലാലേട്ടൻ തിരിച്ച് കിട്ടി, പുതിയ ലാലേട്ടൻ, പഴയ ലാലേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്, കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ട സമയത്ത് എനിക്ക് ലാലേട്ടൻ പുതിയതാണ് പഴയതാണെന്നൊന്നും തോന്നിയിട്ടില്ല. അന്ന് കണ്ട ലാലേട്ടൻ തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് എനിക്ക് കാണാനിടയായത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ കുറേ സംഭവങ്ങൾ നമ്മൾ മനസ്സിൽ ഓടി വരും. ലാലേട്ടൻ്റെ ആ ഒരു കുസൃതിയും ചളിപ്പും കാര്യങ്ങളും എല്ലാം, കുറേ നർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ, ആ ചിരിയും കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഓടി വരും. ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്ന കുറേ ഭാവങ്ങളുണ്ടല്ലോ. ആ സംഭവങ്ങളെല്ലാം തീർച്ചയായിട്ടും തുടരുന്ന സിനിമയ്ക്കകത്തുണ്ട് എന്ന് തന്നെ പറയാം. കാര്യം പക്ക 100% ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ അടിപൊളി സിനിമയാണ് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി 12 മണിക്കാണ് പോയത് കേട്ടോ സിനിമ കാണാൻ. അന്നേരം ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ ഞാൻ ഈ തിയേറ്ററിനകത്തോട് പോയപ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ട് 12 മണി സമയത്ത് പോലും ഇത്രയും ക്രൗഡ് ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും കാണാതിരിക്കില്ല. സംഭവം സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഇതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. ആക്ഷനുണ്ട്, നല്ല പാട്ടുകളുണ്ട്, അതുപോലെ തന്നെ കുറേ നർമ്മകരമായ രസകരമായ സിറ്റുവേഷൻസ് ഉണ്ട്, ഫാമിലി സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിലുപരി പ്രേക്ഷകനെ ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന കുറേ നല്ല സീൻസുകളുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഈ സിനിമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി എത്രയും വേഗം തന്നെ കാണും കേട്ടോ. കാര്യം ഈ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ മുടക്കുന്ന 1 രൂപ പോലും നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പടമാണ് കേട്ടോ.